നമ്മളെല്ലാവരും തന്നെ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നവരാണ്. അത് ഓരോരോ സാഹചര്യത്തിൽ അത് നമുക്ക് പറയാൻ തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുന്നത് സിനിമയിലെ പാട്ടുകളാണ്. ഇതിൽ എത്ര വനിതാ രത്നങ്ങൾ പാട്ടെഴുതിയിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അറിയുമോ? എനിക്കറിയില്ല. 1-2 പേരുടെയൊക്കെ ഇങ്ങനെ പേര് ഒരു സമയത്ത് കേൾക്കാം. കാവ്യമാധവൻ ഒരു സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഫേമസ് എന്ന് പറയാൻ മാത്രം എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല. അപ്പോൾ അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്കൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ സന്തോഷം. അത് പുതിയൊരു അറിവായി മാറും എനിക്ക്. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഈ പഴയ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തറ തുടയ്ക്കൽ അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പാട്ടിടും. അങ്ങനെ അതെനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചാച്ചനൊക്കെ ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട്, പെൻഡ്രൈവിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇങ്ങനെ ഇടും. എന്നിട്ട് അച്ചാച്ചൻ അത് ഇങ്ങനെ പാടുന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഇപ്പോഴാണെങ്കിൽ കുഞ്ഞിനോട് പറയും, എന്താ അപ്പൂപ്പന് ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഇത് എന്ന് പറയും. ഞാൻ അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ 1-2 പാട്ടിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പാട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ആ പഴയ കാലത്തെ ആ പാട്ടുകളൊക്കെ കൂടുതലും എന്താ പറയുക, നമുക്ക് ടച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളെക്കുറിച്ചുള്ള വർണ്ണനകൾ ഒരുപാടുണ്ട് അല്ലേ? പ്രണയത്തെക്കുറിച്ച്, പ്രണയബന്ധത്തെക്കുറിച്ച്, പ്രണയബദ്ധരായ സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച്, അവരുടെ ചിന്തകളെക്കുറിച്ച് എല്ലാം ഉണ്ടല്ലേ. ഇവിടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ടോന്ന് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിഷു കഴിഞ്ഞിട്ട് പടക്കം മുഴുവൻ പൊട്ടിച്ച് തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടെ അടുത്ത ഒരു വീട്ടിൽ. അപ്പോൾ അവരിന്ന് രാത്രിയിൽ അതങ്ങ് തീർക്കാനുള്ള പ്ലാനായിരിക്കും. കുറേ നേരം കൊണ്ട് അവരത് പൊട്ടിക്കുന്നുണ്ട്. അതേതായാലും പൊട്ടിച്ച് തീർക്കട്ടെ, കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, വെറുതെ ചീത്തയാക്കി കളയണ്ടല്ലോ. അപ്പം നമ്മൾ വീണ്ടും പാട്ടിലേക്ക് വരാം. അപ്പം പാട്ട് അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക് തരുന്നത്. അത് ഞാൻ ഇങ്ങനെ പാട്ടുകളിൻ്റെ ഓരോ വരികളും ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ആ പാട്ടിലെ വരികളിലൂടെ ആ കവി എന്താണ് ഉദ്ദേശിച്ചത്, എത്ര ഗാഢമായ ചിന്തയിലൂടെയാണ് ഇത്ര തരത്തിലുള്ള നല്ല വരികൾ കണ്ടെത്തുന്നത്. ആ വരികൾ ഓരോന്നും കണക്ട് ചെയ്ത് പോകുന്നത് എത്ര ഭംഗിയായിട്ടാണ്. ഒരു പാട്ടുണ്ടായല്ലോ, കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ. ആ കാ എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൻ്റെ അങ്ങ് എല്ലാ വരികളിലും ആ കാ, അങ്ങനെ ആ വരികളിൽ ആ കാ എന്ന അക്ഷരത്തിന് ഉള്ള പ്രാധാന്യം നോക്കണം ആ പാട്ട് മുഴുവൻ. അതെങ്ങനെ അല്ലേ? അതൊക്കെ നമ്മൾ ദ്വിതീയാക്ഷരപ്രാസമൊക്കെ പഠിക്കുന്ന ആ രീതിയിൽ ആ ഒരു മോഡലിൽ ആദ്യ അക്ഷരപ്രാസം എന്ന് പറയാം, അങ്ങനെ പോയിക്കുന്നു. അതുപോലത്തുള്ള നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നതും നമുക്ക് നമ്മൾ എത്ര സാഡായിട്ടിരിക്കുന്ന സമയത്തും നമുക്കൊരു പെട്ടെന്നൊരു ഉണർവ് തരുന്നതുമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. 14 രാവുദിച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതിൽ ആ താളം, ആ പാട്ട്, അതിൻ്റെ വരികൾ, അതിനനുസരിച്ചുള്ള ആ താളം, പിന്നെന്താണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒപ്പനപ്പാട്ടിൻ്റെയും അല്ലേ, അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈലും, മാപ്പിളപ്പാട്ട് എന്ന് പറയത്തില്ല, അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈല് ഒക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു താളം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ട് തോന്നും. നമുക്കതിനെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഒന്ന് ഉണർന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മളുടെ ആ സാഡായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് ഉണർന്നെന്ന് തോന്നും. നമ്മൾ അതിനൊപ്പം തന്നെ മൂളാനും ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ കുറേ പാട്ടുകളുണ്ട്. ഇതിപ്പോൾ ഞാനീ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പഴയ പാട്ടുകളൊക്കെ ഓർമ്മ വരും. സന്യാസിനി, ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ല ഉള്ള പാട്ടല്ലേ. പിന്നെ
ചക്രവർത്തിനി ആ പാട്ട് ഓർത്തോർത്ത് എടുക്കണം, അപ്പോൾ സമയം പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഓർക്കാനുള്ള സമയം കിട്ടുകയാണ്. പിന്നെ 7 സുന്ദര രാത്രികൾ, അങ്ങനെ ഇഷ്ടം പോലെ ആ ഒരു ടൈമിൽ ഇഷ്ടം പോലെയുള്ള പാട്ടുകളുണ്ട്. ചിലതൊക്കെ ഭയങ്കര സാഡായിട്ട് നമുക്ക് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ വലിയ നമ്മൾ ദുഃഖത്തിലേക്ക് താഴ്ന്നു പോകുന്ന പോലെ തോന്നുന്ന പാട്ടുകളുണ്ട് ഒത്തിരി. ആ പാട്ടൊന്നും ഞാൻ കേൾക്കത്തില്ല കേട്ടോ, കാരണം എനിക്ക് അങ്ങോട്ട് താഴ്ന്നു പോകണ്ടോ അത്ര ദുഃഖത്തിലേക്ക്. നമ്മളെപ്പോഴും പ്ലസൻ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതിൽ നല്ലത് ചിലർക്ക് ഈ സാഡായിട്ടുള്ള സോങ് കേൾക്കുന്നതൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്, അതങ്ങ് ആസ്വദിച്ച് കേൾക്കും. അവർക്ക് പക്ഷേ അവർ ഒരു എന്താ പറയുക, ഒരു വിഷമം പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിൽ നമ്മൾ ആ പാട്ടിനെ മാത്രം ആസ്വദിച്ച് അതങ്ങ് വിടും. ചിലർ അങ്ങനത്തെ മൈൻഡുള്ളവരുണ്ട്, അവരൊക്കെ ഇങ്ങനെ സ്ലോയിലുള്ള പാട്ടൊക്കെ കേട്ട്. എനിക്ക് ഇത്തിരി എന്താ പറയുക, നമുക്കൊന്ന് ഇച്ചിരി പോസിറ്റീവ് എനർജി തരുന്ന തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനാണ് കൂടുതലിഷ്ടം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് മറ്റേ വാർത്തിങ്കൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ ഉള്ളൊരു പാട്ടുണ്ടല്ലോ, അഗ്നിസാക്ഷിയിലെ ശോഭനയുടെ സിനിമയാണ്. സിനിമ എന്നെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്ക് ഫുള്ളായിട്ട് എനിക്ക് ആദ്യം തൊട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എങ്കിലും എനിക്ക് ഏകദേശം ആ കഥ, അവരുടെ വിവാഹം പഴയ കാലത്തെ സംഭവമാണത് എന്ന് പറഞ്ഞാൽ അത് ഉള്ള കാര്യം തന്നെയാണ്. അപ്പം അത്തരത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ലാസ്റ്റ് അവരുടെ ആ എന്താ പറയുക, ശോഭനയുടെ ആ ഭർത്താവ് കെട്ടിയ ആ താലി സ്വർണം അത് തീയിൽ ഉരുക്കിയിട്ട് കൊടുക്കുന്ന ഇതൊക്കെ. എന്നിട്ട് ശോഭന പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താ പറയുക, ശോഭന സമരത്തിനും ഒക്കെ ഇറങ്ങി തിരിച്ചൊരു സ്ത്രീയാണല്ലോ അതിനകത്തിൽ. അപ്പം കുടുംബജീവിതം, അതിനപ്പുറത്ത് ആത്മീയതയിലേക്ക് വരികയാണ് നമ്മൾ. അങ്ങനെയുള്ള വിശ്വാസങ്ങളിലേക്കും പരമമായ ആനന്ദം അതാണ് എന്നൊക്കെ പറഞ്ഞ കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് എപ്പോഴാണ് ശോഭനയ്ക്ക് ആ ഒരു തോന്നലുണ്ടായത്, ആ വാർദ്ധക്യ ആ ഒരു പ്രായമായപ്പോഴൊക്കെയാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യം. അങ്ങനെ നമ്മുടെ നല്ല ആയുസ്സും നല്ല ആരോഗ്യവും, നല്ല ആയുസ് മീൻസ് നല്ല രീതിയിൽ ആരോഗ്യത്തോടിരിക്കുന്ന സമയത്തും നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ള സമയത്തൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും വരില്ല. നമുക്കെല്ലാം നേടി, നമുക്കെല്ലാം പറ്റും എന്നൊക്കെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസ് ആണ് ഒരു സമയത്ത്. ആ സമയത്ത് നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കുകയില്ല. പക്ഷേ ആലോചിക്കുന്ന സമയം വരും, അതിനൊരു ടൈമുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിനെ തന്നെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ലാസ്റ്റാണ് ഈ സന്യാസത്തിലേക്ക് ഉള്ള കാര്യം പറയുന്നത്. അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഓരോ പ്രായത്തിലും നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഋഷിവര്യന്മാർ നമുക്ക് അങ്ങനെ ഒരു ഉപദേശം അവർ ഗ്രന്ഥങ്ങളിലൂടെ തന്നിരിക്കുന്നത് വെറുതെയല്ല. തീർച്ചയായിട്ടും സന്യാസത്തിൻ്റെ ആ ഒരു പ്രായമാകുമ്പോൾ കാട്ടിൽ പോയി സന്യസിക്കണമെന്നല്ല, പക്ഷേ ആ സന്യാസം എന്താണോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കണം. സന്യാസം എന്ന് പറയുന്നത് കൂടുതലും ശാന്തതയാണ് അല്ലേ. നമ്മൾ അധികം ആരോടും കിടന്ന് ബഹളം വയ്ക്കാതെ എല്ലാം ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് അതാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി ഒതുങ്ങി കൂടി അല്ലേ, ആഹാരത്തിലും നമ്മുടെ ജീവിതത്തിലെല്ലാം നിയന്ത്രണങ്ങൾ വരുത്തി ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്ക് ശാന്തതയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സ് കൂളാകും, നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ വരും. അങ്ങനെ ജീവിക്കാനാണ് ഋഷിവര്യന്മാർ പറയുന്നത്. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലത്ത് ആരും ഈ സന്യാസത്തിൻ്റെ രീതിയിലുള്ള ജീവിതമൊന്നും നയിക്കത്തില്ല അല്ലേ. ആരെങ്കിലും നമ്മുടെ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളിലൊക്കെ കൃത്യത വരുത്തുമോ? ഒന്നുമില്ല. എല്ലാം തോന്നുന്നപടി എല്ലാ അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയുന്നത്, ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല. നിങ്ങളുടെ മനസ്സിനെ ഫ്രഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും ഈ സന്യാസത്തിൻ്റെ രീതിയിൽ നമുക്കൊന്നും ഒരുമാതിരിപ്പെട്ടവർക്ക് കഴിയില്ല. ചിലർക്ക് കഴിയും. ചിലർ കണ്ടിട്ടില്ല, ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ദിവസവും അമ്പലത്തിൽ പോവും. ചിലർ 2 നേരം പോകുന്നവരൊക്കെ ഉണ്ട്. അമ്പലങ്ങളിൽ പോവും, അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ പൂ പറിച്ചു കൊടുക്കും, മാല കെട്ടും. അപ്പം അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം അവിടെ അമ്പലത്തിൽ തന്നെ ആയിരിക്കും. കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഭക്തി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ആ സമയത്തൊക്കെ ഇവർ മറ്റുള്ളതെല്ലാം മറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ആ ഭക്തിയിലൂടെ ആ ഒരു ആത്മാവിന് മോക്ഷം എത്തും എന്ന ഒരു ചിന്താഗതിയും
താൻ ചെയ്തു പോയ പല കാര്യങ്ങളിലുള്ള ക്ഷമയുടെ ഒരു രീതി കൂടെ പിന്തുടരുക എന്നുള്ളതാണ് ഇതിലൂടെ. അവർക്കപ്പോൾ ശരിക്കും എന്താണ്, കൂടുതൽ ആളുകൾക്കും ചില കാര്യങ്ങളിലെങ്കിലൊക്കെ ഒരു പശ്ചാത്താപമൊക്കെ തോന്നി ജീവിതത്തിൽ ഇനിയും ഒന്നുമില്ല, ഇനി എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് മരണത്തെ കാത്തിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് അവരുടെ മനസ്സ് പോകുന്നത്. അവർക്ക് ചിലർക്കത് പറ്റും, ഇത് പറ്റാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. കാരണം അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഡൗൺ ആയിപ്പോയി, ശരിക്കും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തളർന്നു പോകും. നമ്മൾ എന്താ പറയുക, ചിലർ കണ്ടിട്ടില്ല, വർഷങ്ങളോടെ കിടന്നു പോകുന്നവരുണ്ട്, വളരെ മോശം അവസ്ഥയിലെത്തിയിട്ട് സ്വന്തം വീട്ടുകാരും അത് എങ്ങനെയെങ്കിലും ഈശ്വരനങ്ങ് തിരിച്ച് വിളിച്ചിരുന്നെങ്കിലെന്ന് പറയുന്ന ഉണ്ട്. കാരണം അതേ അവസ്ഥയിൽ വരും, കാണുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. എന്താണ് സംഭവിക്കുന്നത് അറിയാം, ഇത് കൂടുതലും സംഭവിക്കുന്നത് എനിക്ക് വയ്യ എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നകളെ, പുറത്തോട്ട് പോവില്ല, നടക്കില്ല, എഴുന്നേറ്റിരിക്കത്തില്ല, കൂടുതൽ സമയം അങ്ങനെ കിടന്ന് എന്ത് ശരീരം വഴങ്ങാത്ത അവസ്ഥയായി പോകും. കണ്ടിട്ടില്ല, ചിലർ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കും, പിന്നെ അവർ നിവരത്തില്ല, കാലും കൈയും ഒന്നും നിവരത്തില്ല. അവർ മരണസമയത്തും അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു കാലും കൈ. പക്ഷെ മരിക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ ഒരു ചൂടിങ്ങനെ നിൽക്കുന്ന സമയത്ത് കാലൊക്കെ വലിച്ച് നിവർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് സ്ട്രെയിറ്റായിട്ട് വരും എന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛനൊക്കെ പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലാതെ നമ്മൾ എത്ര ശ്രമിച്ചാലും അവരുടെ ആ കൈയും കാലും ഒന്നും നിവർന്ന് വരില്ല. ആ മരിക്കുന്ന ആ സമയത്ത് ആരെങ്കിലും അടുത്തുള്ളവർ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് നിവർന്ന് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ച് അതങ്ങ് ശീലിച്ചു പോയി. അപ്പോൾ നമ്മളതിനെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. എനിക്ക് വയ്യ എന്നുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു പ്രായം കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പാട്ടുകൾ കേൾക്കാം, അതിലെ കാര്യങ്ങളൊക്കെ കേൾക്കാം. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും പഴയ പല കാര്യങ്ങളും ഓർമ്മ വരുമില്ലേ? കാരണം നമ്മുടെ ആ ചെറിയ പ്രായത്തിലൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളായിരിക്കും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പഴയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. ഞാൻ കൂടുതലും ചിന്തിച്ചത് മൊത്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകളാരും എന്തുകൊണ്ട് ഇങ്ങനത്തുള്ള പാട്ടുകൾ എഴുതാനായിട്ട് രംഗത്തേക്ക് വന്നിട്ടില്ല. ഇപ്പം കഥാകൃത്തുക്കളൊക്കെ ഉണ്ട്, കവിത എഴുതുന്നത്, സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ത്രീരത്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മീര എന്ന് പറയും. അപ്പം ഞാൻ MA പഠിച്ച സമയത്ത് ഞങ്ങളുടെ ഒരു സാറ് ഈ മീര എന്ന് പറയുന്ന മാഡത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ എന്തോ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് പിന്നെ സാറ് മാഡത്തിനെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, സാറേ എൻ്റെ ഇപ്പോഴത്തെ തിരക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതെന്നാണ് അന്നൊരിക്കൽ സാറ് പറഞ്ഞത്. അപ്പോൾ മീരയുടെ ആരാച്ചാർ വായിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ? ചിലരെങ്കിലുമൊക്കെ വായിച്ച് കാണും. ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെയാണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലൊക്കെ ഈ പുസ്തകം ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മളിത് വായിക്കാം. അതുപോലെ തന്നെ ആടുജീവിതം, അതൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ വായിച്ച്, ഇപ്പോഴാണല്ലോ അത് സിനിമയിൽ ആയി മാറിയത്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ടൈമിലൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇത്തരത്തിലുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് നമ്മൾക്ക് സമയം കണ്ടെത്തണം. ഇതൊരിക്കലും മുറിക്കകത്തിരുന്ന് അടച്ചു പൂട്ടിയിരുന്ന പുസ്തകങ്ങൾ വായിക്കരുത്. ഇച്ചിരി കാറ്റും വെളിച്ചമുള്ളത്, വെളിയിൽ മാവോ ഒക്കെ ഉണ്ടെങ്കിൽ ആ മാവിൻ്റെ ചുവട്ടിലിട്ട് കസേരയൊക്കെ കൊണ്ടിട്ട് സ്റ്റൂളും കൂടെ കൊണ്ടുപോകണം. കാല് താഴോട്ട് എപ്പോഴും ഇടരുത്, കാരണം രക്തഓട്ടത്തിന് പ്രശ്നമുണ്ട്. കുറച്ച് നേരം കാല് താത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം സ്റ്റൂളിൽ കാല് പൊക്കിയൊക്കെ വെച്ച് ഇരുന്ന് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ടിരുന്ന് വായിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വായനയിലൂടെ നമുക്ക് കുറേ സമയം കണ്ടെത്താം, സമയം പോകും, അതിലൂടെ കുറച്ച് പ്രയോജനങ്ങൾ കിട്ടും. ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ പുസ്തകത്തിലും കാണും, പ്രായത്തിൻ്റെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കുറേയൊക്കെ പകർത്താനായിട്ട് ശ്രമിക്കും.
എപ്പോഴും എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ വീട്ടിലുള്ളവർ പറയണം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും പുറത്തു നിന്നൊരു അറിയപ്പെടുന്നൊരു വ്യക്തി പറയാം നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യും. കണ്ടില്ലേ ഈ പരസ്യങ്ങളിലൂടെ? എന്തുകൊണ്ടാണ് ഒരു സാധാരണപ്പെട്ട ഒരു വീട്ടമ്മ എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് നല്ലതാണ്, അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഇപ്പോൾ ഒരു എന്താ പറയുക സോപ്പ് പൊടിയുടെ പരസ്യം എന്നായിരിക്കും, അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീട്ടമ്മ പറയുകയാണെങ്കിൽ ഇത് നല്ലതാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ അത് എത്ര പേര് ഉപയോഗിക്കും? ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സിനിമാ താരം ചെന്നെന്ന് പറഞ്ഞ് അതങ്ങ് ആൾക്കാർ വിശ്വസിക്കും. എങ്കിൽ ആ സിനിമാ താരം ഈ സോപ്പ് പൊടി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഇല്ലേ? അങ്ങനെ അതാണ് ഈ പരസ്യവും മനുഷ്യരും അവരുടെ ചിന്താഗതികളും എല്ലാം തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ഉള്ള കാര്യം നല്ല രീതിയിൽ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് ആർക്കും ചെവിക്കൊള്ളണ്ട. പക്ഷേ അല്ലാതെ വലിയ വലിയ ഇതായിട്ട് എന്താ ചിലപ്പം കാശും മുടക്കിയായിരിക്കും പോയി അവരുടെ പ്രസംഗം കേൾക്കുന്നത്. അതൊക്കെ ഇതേ കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷേ അതിന് ഡിമാൻഡും ഇതിന് ഡിമാൻഡ് കുറവാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും പാട്ടുകളെ കൂടുതൽ എഴുതിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ പുരുഷന്മാർ അവരുടെ ആ ഒരു എന്താ പറയുക സാഹിത്യ വാസന, അവരുടെ റൊമാൻറ്റിക് അല്ലേ ചിന്താഗതികൾ, അല്ലേ റിയലിസ്റ്റിക് ചിന്താഗതികൾ, അങ്ങനെയൊക്കെ എന്താ പറയുക അവരുടെ ചിന്താഗതികൾ ഏതൊക്കെ തരത്തിൽ പോയോ അതെല്ലാം അവരുടെ പേനയിലൂടെ അല്ലേ പല വാക്കുകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തി. എന്തായാലും നമ്മൾക്ക് ഇപ്പോഴത്തെ എന്താ പറയുക പാട്ടുകൾ നമ്മളെല്ലാവരും പറയും ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ എന്തോന് കൊള്ളാം, പഴയ പാട്ടുകളൊക്കെയാണ് നല്ലതെന്നൊക്കെ പറയാം. പക്ഷേ നല്ല പാട്ടുകളൊക്കെ ഈ കാലഘട്ടത്തിലും ഉണ്ടാകുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് അനുയോജ്യമായ പാട്ടുകളാണ് അന്ന് രചിക്കപ്പെട്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അനുയോജ്യമായ പാട്ടുകളാണ് ഇന്ന് രചിക്കപ്പെടുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് തലമുറകളുടെ ആ ചിന്താഗതിയും ആ ആസ്വാദനത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്, ഒരിക്കലും അല്ലാതെ ഒരു ഇതല്ല. ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പാട്ടുകൾ, കാരണം ആരെങ്കിലും ഒരു പാട്ട് എഴുതി അത് കമ്പോസ് ചെയ്ത് അത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള വ്യൂസ് എന്ന് പറയാമല്ലോ, അങ്ങനെ എല്ലാവരും അത് അംഗീകരിക്കുന്നു, ഭയങ്കര ഫേമസ് ആയി എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അത്തരം ഒരു പാട്ടുണ്ടായാൽ വിജയിക്കും എന്ന ചിന്താഗതിയായിട്ട് മറ്റു പലരും ആ ഒരു മോഡലിനെ പിന്തുടരാൻ നോക്കും. അതാണ് കൂടുതലും സംഭവിക്കുന്നത്. അവിടെ ഇന്നത്തെ പാട്ടുകളിലെ വരികളൊക്കെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിങ്ങനെ എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചില പാട്ടുകൾക്ക് നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ചിലർ പറയുന്നത് ഞങ്ങൾ അപ്പുറത്ത് എങ്ങോട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പാട്ടാണ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്തൊക്കെയോ വാക്കുകൾ ഉപയോഗിച്ച് എന്തൊക്കെയോ രീതിയിൽ തട്ടിക്കൂട്ടി. പിന്നെ കൂടുതലും സംഗീതം എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയോ നമ്മുടെ ഹൃദയം പോലും നിന്നു പോകും ചില സമയത്ത്. ചില പാട്ടുകളുടെയൊക്കെ ആ താളം മൂലം അത്രയ്ക്കും ശബ്ദത്തിൽ എന്താ പറയുക, ഓരോ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇതെന്തോ ഇതിനകത്തിൽ എന്ന് തോന്നും. കൊച്ചു പിള്ളേരെ എൻ്റെ കുഞ്ഞൊക്കെ ആണെങ്കിൽ ആ സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ചെവിയൊക്കെ അങ്ങ് പൊത്തും. അത്രയ്ക്ക് അവർക്ക് ആ ഇറിറ്റേഷൻ ആണ് അങ്ങനെയുള്ള ചില പാട്ടുകൾ കേൾക്കുമ്പോൾ. എനിക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനിവിടെ പാട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചില പാട്ടുകളുണ്ട്, ഈ ഇടിച്ചു കുലുക്കി പാട്ടൊന്നുമില്ല, നല്ല പാട്ടുകളുണ്ടല്ലേ. ഇപ്പം പഴയ പാട്ടുകളാണെങ്കിലും ചില സമയത്ത് ഞാൻ ഇത്തിരി വോളിയം വയ്ക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്, അവിടെയൊക്കെ പ്രായമുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വയ്ക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം വെച്ചപ്പം അപ്പുറത്ത് പണിക്കാരുണ്ട്, അപ്പോൾ അവരും ഈ വെയിലത്തും ചൂടത്തും കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. ഈ പാട്ട് അവിടം വരെ എത്തുന്നുണ്ടെങ്കിൽ അവരും ആ പാട്ട് കേൾക്കുമ്പോൾ ഹൃദയത്തിനൊരു അല്ലെങ്കിൽ മനസ്സിനൊരു റിഫ്രഷ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ പണിക്കാരുള്ളപ്പം ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെക്കുവാണെങ്കിൽ ഇത്തിരി സൗണ്ട് വെക്കും, അടുത്തുള്ളവരും കൂടെ കേട്ട് ആസ്വദിക്കട്ടെ. എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അടുത്തൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ സ്ഥിരം എല്ലാ ദിവസവും പാട്ടൊക്കെ വയ്ക്കുന്ന വീടുകളൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും റേഡിയോ വയ്ക്കുന്ന വീടുകളുണ്ട്.
അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ്. നമുക്കൂടെ കേൾക്കാൻ പറ്റും. ഇപ്പം അപ്പുറത്ത് ഇപ്പം വീട് വയ്ക്കുന്ന സ്ഥലത്ത് നേരത്തെ ഒരു അവരുടെ വീട് തന്നെ ചെറിയൊരു വീടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് മാറിയിട്ടാണ് വേറെ അനിയനും ചേട്ടനും ഒക്കെയാണ്. അപ്പോൾ അവിടുത്തെ എൻ്റെ ഫ്രണ്ടാണ്. അവൾ തയ്ക്കുന്ന സമയത്ത് FM വെച്ചിരിക്കും. FM വെച്ചിട്ട് പാട്ടും കേട്ടാണ് തയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിനകത്തിരുന്നാൽ റൂമിലൊക്കെ ഇരുന്നാൽ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ അത് കേട്ട് ഇങ്ങനെ ആസ്വദിക്കും. ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു പാട്ടായിരിക്കും നമ്മൾ ഒന്നുകൂടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ FM കേൾക്കുക. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫാൻ ഓഫ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അതാണ് ആ പാട്ടിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് അത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പോൾ പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് ആസ്വദിക്കുന്നവർ ഓരോ വരികളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ എവിടെയോ ഒരു സ്വർഗത്തിലേക്ക് പോയി ഇല്ലേ. നമ്മൾ ആ പാട്ടിനൊപ്പം ഒന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഏതായാലും എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, അതിന് പുരുഷന്മാരുടെ ആ കഴിവ് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കണം. ശരിയല്ലേ? ഓക്കെ.